കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 56ാമത്തെ ദിവസമാണിത്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക വിശുദ്ധരെക്കുറിച്ചാണ്. കൊച്ചുത്രേസ്യയുടെ കൺസെപ്റ്റ് ഓഫ് സെയിൻസ്. നമ്മുടെ ഈ ഒരു ദർശനത്തിലേക്ക് കടന്നു വരുമ്പോൾ പുണ്യവതിയെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്ക് ആദ്യമേ ഒന്ന് ശ്രദ്ധ കൊടുക്കാം. ഒന്നാമതായിട്ട് വിശ അമ്മത്രേസ്യ. അമ്മത്രേസ്യയുടെ ആഴത്തിലുള്ള ആത്മീയ ജീവിതത്തെയും പ്രാർത്ഥനയോടുള്ള പ്രതിബദ്ധതയെയും കൊച്ചുത്രേസ്യ എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്നു. രണ്ടാമതായിട്ട് വിശ ഫ്രാൻസിസ് അസിസി. സൃഷ്ടിയോടും വിനയത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ലളിതവും സ്നേഹനിർഭരവുമായ ജീവിതം നയിക്കുവാനുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയ്ക്ക് ഏറെ പ്രചോദനമായിട്ടുണ്ട്. നമ്മൾ തുടർന്ന് ബൈബിളിലേക്ക് തിരിയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ഈ വാക്യം വിശുദ്ധരുടെ കൂട്ടായ്മയെയും അവർ നൽകുന്ന പ്രോത്സാഹനത്തെയും എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് അനുഭവപ്പെട്ടു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിശുദ്ധന്മാർ മറ്റുള്ളവരെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു എന്നതിന് സമാനമായി ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുവാൻ ഈ വാക്യം വിശ്വാസികളെ മാടി വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ വിശുദ്ധരെക്കുറിച്ചുള്ള ചിന്താരീതികൾ ഒരു 5 തലങ്ങളിൽ ചേർത്ത് വയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഇൻ്റർസെഷൻ ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ മധ്യസ്ഥം വഹിക്കുന്ന രീതികൾ. രണ്ടാമതായിട്ട് മോഡൽസ് ഓഫ് വെർച്യൂ, അവരെപ്പോഴും പുണ്യങ്ങളുടെ ഒരു മാതൃകയാണ്. മൂന്നാമതായിട്ട് യൂണിറ്റി ഇൻ ദ ചർച്ചിലൊരു യൂണിറ്റി ആയിട്ട് അവർ നിലകൊള്ളുന്നു. നാലാമതായിട്ട് ജോയ്ഫുൾ എമൽഗേഷൻ, സന്തോഷകരമായ അനുകരണം, നമുക്ക് അനുകരിക്കാൻ പറ്റിയ, സന്തോഷത്തോടുകൂടി അനുകരിക്കാൻ പറ്റിയവരാണ് വിശുദ്ധർ. അഞ്ചാമതായിട്ട് ഹോപ്പ് ആൻഡ് എൻകറേജ്മെൻറ്റ്. നമുക്ക് ഈ 5 തലങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് കാണാം. ഒന്നാമതായിട്ട് അവർ നമുക്ക് വേണ്ടി എങ്ങനെയാണ് മാധ്യസ്ഥം വഹിക്കണമെന്ന്. സ്വർഗത്തിലെ വിശുദ്ധന്മാർ വിശ്വാസികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അവരെ വിശുദ്ധി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധർ എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾക്കൊരു വലിയൊരു വിശുദ്ധരുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നിട്ട് അവൾ പറയുകയാണ്, സഹോദരി പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധർ എപ്പോഴും എൻ്റെ ചുറ്റും നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സാന്നിധ്യം അവൾക്ക് ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: വിശുദ്ധർ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധരെ ഒരു ഫ്രണ്ട്സായിട്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ കണ്ടിരുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരെൻ്റെ ഒപ്പം നിന്ന് എനിക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുക മോഡൽസ് ഓഫ് വെർച്യൂ. സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിനും മറ്റുള്ളവരെ അവരുടെ ആത്മീയ യാത്രകളിൽ നയിക്കുന്നതിനും വിശുദ്ധർ എപ്പോഴും ഉദാഹരണങ്ങളായിട്ട് വർദ്ധിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ഓരോ വിശുദ്ധരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധരെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഓരോ വിശുദ്ധനും അല്ലെങ്കിൽ വിശുദ്ധയും അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ മുഖങ്ങളാണ്, മുഖങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ്. അത് നമുക്ക് കാണിച്ചു തരികയാണ്, മാതൃകയാക്കി തരികയാണ്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് വിശുദ്ധരുടെ ഉദാഹരണങ്ങൾ എന്നെ കാണിക്കുന്നു. അപ്പോൾ വിശുദ്ധർ എന്നെ മാടി വിളിക്കുകയാണ് സ്നേഹത്തിൻ്റെ തലത്തിലേക്ക്, സ്നേഹത്തിൻ്റെ പല മുഖങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വിശുദ്ധരിൽ നിന്ന് അങ്ങനെ ഒരു മോഡൽ, പുണ്യങ്ങളുടെ ഒരു മോഡൽ സ്വീകരിക്കുവാനായിട്ട് പുണ്യവതിക്ക് എപ്പോഴും സാധിച്ചിരുന്നു. മൂന്നാമത്തെ തലം എന്ന് പറയുക യൂണിറ്റി ഇൻ ദ ചർച്ച്. ഭൂമിയിലുള്ള വിശ്വാസികളെ
സ്വർഗത്തിലുള്ളവരുമായി ബന്ധിപ്പിക്കുകയും സമൂഹബോധം വളർത്തുകയും ചെയ്യുന്ന വിശുദ്ധരുടെ കൂട്ടായ്മയ്ക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും ഊന്നൽ നൽകിയിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: സ്വർഗത്തിലുള്ള വിശുദ്ധരോടൊപ്പം സഭ എന്ന കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അവൾക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ സഭയുടെ ഭാഗമാണ്. എന്നിട്ട് അവൾ ചേർത്ത് വയ്ക്കുകയാണ്, സ്വർഗത്തിലുള്ള വിശുദ്ധരോടൊപ്പം. അവർ സ്വർഗത്തിൽ നിൽക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നു. ഇങ്ങനെ നമ്മളൊരൊറ്റ കൂട്ടായ്മയായിട്ട്, ഒരൊറ്റ ചർച്ചായിട്ട്. അതായിരുന്നു അവളുടെ ഒരു സങ്കല്പം. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒരിക്കലും തനിച്ചല്ലെന്ന് തിരിച്ചറിയാൻ വിശുദ്ധർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ സഭയുമായിട്ട് ഇങ്ങനെ ഒന്നു ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവൾ പറയുകയാണ്, നമ്മളൊരിക്കലും തനിച്ചല്ല. നമ്മുടെ പോരാട്ടങ്ങളിൽ, നമ്മുടെ സംഘർഷങ്ങളൊക്കെ ഈ വിശുദ്ധരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാരണം അവരും നമ്മളൊക്കെ ഈ ഒരു സഭയുടെ ഭാഗമാണ്. നാലാമത്തെ തലം എന്ന് പറയുക ജോയ്ഫുൾ ഇമുലേഷൻ, സന്തോഷകരമായ അനുകരണം. വിശ്വാസത്തിൻ്റെ പാതയിൽ അവരെ കൂട്ടാളികളായി കണ്ടുകൊണ്ട് വിശുദ്ധരുടെ സദ്ഗുണങ്ങൾ അനുകരിക്കാൻ വിശുദ്ധ കൊച്ചുത്രേസ്യ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അവൾ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധരുടെ സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കിയേ, അവൾ സഹോദരിയോട് പറയുന്ന കാര്യം, അവരുടെ ആ വിശുദ്ധരുടെ കൂട്ടായ്മ, ആ സ്നേഹം, ആ സന്തോഷം, അതിൽ ഞാൻ എപ്പോഴും അവരെ അനുകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവൾ അവളുടെ ആത്മകഥയിൽ കുറിക്കുന്നു: അവരുടെ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അവൾ കുറിച്ച് വയ്ക്കുകയാണ്, ഈ വിശുദ്ധരുടെ സദ്ഗുണങ്ങൾ അവർ നിറഞ്ഞു നിൽക്കുന്നത് അത് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കൂട്ടിക്കൊണ്ടുവരുന്നത് മറ്റുള്ളവർ കാണട്ടെ, അത് ചുറ്റുപാടും അതിൻ്റെ പ്രഭ വിതരട്ടെ. അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അവൾ അതാണ് പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമത്തെ തലം എന്ന് പറയുക ഹോപ്പ് ആൻഡ് എൻകറേജ്മെൻറ്റ്. വിശുദ്ധരുടെ ജീവിതം പ്രത്യാശ നൽകുന്നു. ദൈവകൃപയിലൂടെയും സ്നേഹത്തിലൂടെയും വിശുദ്ധി കൈവരിക്കാനാകുമെന്ന് ഇത് കാണിക്കുന്നു. അവൾ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധി സാധ്യമാണെന്ന് വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മധുരകരമായ ഒരു ഓർമ്മ നൽകുക, നമുക്കെല്ലാവർക്കും വിശുദ്ധരായി തീരാൻ സാധിക്കും. അതാണ് വിശുദ്ധർ നമുക്ക് വേണ്ടി കാണിച്ചു തരിക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: വിശുദ്ധരുടെ കഥകളിൽ നിന്ന് ഞാൻ പ്രത്യാശ നേടുന്നു. അവൾ ധാരാളം വായിക്കുന്ന കൂട്ടത്തിൽ ഒത്തിരി വിശുദ്ധരുടെ കാര്യങ്ങൾ അവൾ അറിഞ്ഞിരുന്നു. അവൾ പറയുകയാണ്, ഇവരുടെ കഥകളിൽ നിന്ന് എനിക്ക് ഒരുപടി പ്രത്യാശയിൽ ആഴപ്പെടുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ വിശുദ്ധരെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ചിന്താരീതികളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആധ്യാത്മികതയെയും മനഃശാസ്ത്രത്തെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. വിശുദ്ധരുടെ മാധ്യസ്ഥയിലും മാതൃകയിലും കൊച്ചുത്രേസ്യ നൽകിയ ഊന്നൽ ആത്മീയതയോടുള്ള വ്യക്തിപരവും സാമുദായികവുമായ സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിശ്വാസയാത്രയിൽ സമൂഹം എന്ന ആശയത്തെ സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. മനഃശാസ്ത്രപരമായ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധരുടെ പിന്തുണയെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾക്ക് വ്യക്തിത്വത്തിൻ്റെ ബോധവും പ്രചോദനവും വളർത്താൻ കഴിയും. വ്യക്തിപരമായ പോരാട്ടങ്ങളെ മറികടക്കുവാനായിട്ട് ഇത് വ്യക്തികളെ ഏറെ സഹായിക്കുന്നു. സാമൂഹ്യ തലം എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ സദ്ഗുണങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ സാമൂഹിക മൂല്യങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന സഹാനുഭൂതി, വിനയം, സേവനം എന്നിവയുടെ സംസ്കാരം വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ വിശുദ്ധരുടെ കൂട്ടായ്മ, വിശുദ്ധരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ കണ്ടത്. ഈ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്കെങ്ങനെ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, ഏത് വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്? അവരുടെ സദ്ഗുണങ്ങൾ എനിക്കെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുക? മൂന്നാമതായിട്ട്, വിശുദ്ധരുടെ കൂട്ടായ്മ സഭയിലെ സമൂഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഗ്രാഹ്യത്തെ വർദ്ധിപ്പിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ജീവിതത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ഒന്നുചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും
നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഈ നിമിഷം ഒന്ന് സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വിശുദ്ധരുടെ കൂട്ടായ്മയെ ചേരുവാനായിട്ട്, അവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന ബോധ്യം കൂടുതൽ കിട്ടുവാനായിട്ട് പുണ്യവതിയോട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയോയിലെ ചെറുപുഷ്പത്തെ ഞങ്ങളേറെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. നിന്നോട് കൂടെ ആയിത്തീരുവാൻ അവൾ എത്രമാത്രമാണ് അനുദിന ജീവിതത്തിൽ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിൻ്റെ വിശുദ്ധരുടെ ആ കൂട്ടായ്മ എപ്പോഴും അനുഭവിച്ചറിയുവാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നല്ലോ. അങ്ങനെയാണല്ലോ അവൾ വിശുദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഈശോയെ, വിശുദ്ധിയെ ലക്ഷ്യം വയ്ക്കുവാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ലിസിയോയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യവതി, നിന്നെപ്പോലെ ഒരു വിശുദ്ധനായി തീരുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാനായിട്ട്, എന്നെ സഹായിക്കുവാനായിട്ട്, എപ്പോഴും വിശുദ്ധർ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെട്ട് വളരുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിലെ ഈശോദൻ